ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഫൈനലി അങ്ങനെ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളും അതിൻ്റെ വാളൊക്കെ. പക്ഷെ സത്യാവസ്ഥ ഇതല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഒരു അടിപൊളി ടേബിളൊക്കെ വെച്ചതെന്ന്. പക്ഷെ ശരിക്കും ഇങ്ങനെയാണ് ഗൈസ്. ഇതൊരു വലിയ പ്ലൈവുഡിൻ്റെ പീസാണ്. അപ്പോൾ അതിങ്ങനെ സോഫമ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇതിമ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഏരിയ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഫുൾ അലങ്കോലായി കിടക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യലൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. പിന്നെ എല്ലാ ക്രാഫ്റ്റിംഗ് ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ മെസ്സായതാണ്. പിന്നെ ഇതൊരു യൂസ് ചെയ്യാത്ത റൂമും കൂടെയാണ്. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇന്നെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ചാനൽ തുടങ്ങണമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെല്ലാം ഒപ്പിച്ച് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങാൻ നോക്കുക. ബാക്കിയൊക്കെ വഴിയേ വന്നോളും. ഞാനും ഇതേപോലെ ഇരുന്നിരുന്ന ഒരാളായിരുന്നു. എനിക്ക് മെയിനായിട്ട് ടേബിൾ ഇല്ല എന്നുള്ള വിഷയമായിരുന്നു. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒപ്പിച്ചില്ലേ, അതേപോലെ നിങ്ങളും വീട്ടിൽ കിട്ടുന്ന വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പൊ ആ കാണുന്ന സംഭവത്തിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഒരാളെ എന്നോട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റില്. അപ്പൊ അതന്നെ അങ്ങോട്ട് ആദ്യം കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നീളം വീതിയൊക്കെ നിങ്ങളുടെ ടേബിളിനനുസരിച്ചുള്ള വലിപ്പം നോക്കിയിട്ട് എടുക്കട്ടോ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ എന്റെ ടേബിളിമൊക്കെയുള്ള അളവല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിമേലൊക്കെ ഞാൻ 2 പീസ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. കാരണം കുറച്ച് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിരിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പേപ്പർ വെച്ചൊന്ന് ഇതൊന്നും എല്ലാം പൊതിഞ്ഞെടുക്കണം. പിന്നെ ഒട്ടിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ ഇതേപോലെ അളവെടുത്തൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യുക. ഇതിന് നോക്കി മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ അവസാനം ഒന്നും കൂടെ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ഞാൻ വീഡിയോ എടുത്തത് ഫോക്കസ് ആയില്ല ഗൈസ്, അതുകൊണ്ട് എനിക്കിതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പറയാൻ പോണ കാര്യം കറക്റ്റായിട്ട് നോക്കി വെച്ചോളും. ഈ 2 സൈഡത്തെ വലിയ പീസ് ഉണ്ടല്ലോ, അത് ഒരേ സൈസാണ്. പിന്നെ ഈ താഴത്തെയും മേലത്തെയും പീസ് ഒരേ സൈസാണ്. ഈ സെന്ററിൽ വരുന്ന 2 പീസും ഒരേതാണ്. പിന്നെ ഇപ്പൊ കാണിച്ചിരുന്ന ഇതും ഷെൽഫും പിന്നെ ആ താഴെയുള്ള ചെറിയ പീസും അതൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്താണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഐഡിയക്കൊക്കെ ചെയ്യാതൊക്കെ. അപ്പൊ വീണ്ടും നമുക്ക് ഡെസ്കിലേക്ക് വരാം. ഇതൊക്കെ പെഗ് ബോർഡ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. ഞാൻ സംഭവം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെറുതായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പൊ അതിമുള്ള ആ ചെടിയും ആ ഒരു സംഭവമൊക്കെ എടുത്ത് ഒഴിവാക്കി മൊത്തത്തിൽ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ വാൾപേപ്പർ വെച്ച് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സോഫ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ നീക്കിയിടുന്നുണ്ട്, അത് താഴെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിമുള്ള കച്ചറകളൊക്കെ താഴത്തേക്ക് തട്ടിയിട്ടിട്ട് പിന്നെ ആവശ്യമുള്ളതൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സോഫന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി താഴെ ഒന്ന് അടിച്ചുവരി വൃത്തിയാക്കണം. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐറ്റംസുകളൊക്കെ എടുത്ത് ഈ സോഫ നമുക്ക് വെക്കണം. എന്നിട്ട് വേണം ആ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ കോലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ടെർപ്പൻറ്റൈൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് വെക്കണത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ചിൻ്റെ ബ്രഷുകൾ ഇട്ടേക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ബ്രഷ് പെൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഐസ്ക്രീം സ്റ്റിക്സ്, പിന്നെ ഇതിൽ എൻ്റെ അക്രിലിക് കളേഴ്സാണ് ഫുള്ളും. അപ്പം അതിൽ ബാക്കി വന്ന 4 ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ടാപ്പുകളും കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്, അതൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലേ ഞാൻ ഈ ഷെൽഫിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബുക്സുകളൊക്കെ ഞാൻ ഫസ്റ്റ് അവിടെയാണ് വെക്കുന്നത്. പിന്നെ ഈ ടെഡിനെ ഞാൻ ഇവിടെ മേലെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മഗ് വെക്കുന്നുണ്ട്, ഒരു ഫ്രെയിം വെക്കുന്നുണ്ട്, പിന്നെ കലണ്ടർ, പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാണ്ടക്കുട്ടീനെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കളേഴ്സൊക്കെ താഴെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ബ്രഷും ഞാൻ ഉണ്ടാക്കിയ ടുലിപ്പ്, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു മിനി പ്ലാന്റും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഫുൾ എൻ്റെ അക്രിലിക്കിൻ്റെ ട്യൂബ് കളേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മേലെ വെക്കുന്നുണ്ട്. നമുക്ക് വാളിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒരു സംഭവം വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ വരച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ വാളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒട്ടിച്ച പോലെയല്ലോ കേട്ടോ പിന്നെ കാണൽ. അതൊക്കെ ഒന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ. ഇനി നമുക്ക് വാൾ ഗ്രിഡ് ചെയ്യാം. അപ്പോൾ വാൾ ഗ്രിഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് നോർമലി ഉള്ള നോട്ട്ബുക്കിൻ്റെ പേപ്പേഴ്സ് എടുക്കാം. എന്നിട്ട് അതൊന്ന് ഹാഫാക്കി മടക്കി അതൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ഈർക്കിളി വെച്ച് ഞാൻ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന്
പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി രണ്ടെണ്ണം നമുക്ക് അതിന് ജോയിൻ ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ നീളം കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് വേറൊന്നിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് കിട്ടും. എന്നിട്ട് ഇതേപോലെ കുറേ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ, എത്ര ഡിസ്റ്റൻസിൽ വേണമെന്നൊക്കെ നോക്കിയിട്ട് അത് നിങ്ങളെ ഇടയ്ക്ക് ചെയ്യാം. എന്നിട്ട് അതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി അതിനൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. പോരാത്തതിന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പോസ്റ്റേഴ്സാണ് ഞാൻ പെയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിനി ആ ഗ്രിഡുമേ വെക്കാൻ പോണത്. അപ്പോൾ അത് സെറ്റ്. ഇനി അതിൻ്റെ അപ്പുറത്ത് കുറച്ച് വാൾ ഡെക്കേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് മിനി പ്ലാന്റുകളും പിന്നെ കുറച്ച് പ്ലാന്റുകളും ലൈറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.